പശ്ചിമേഷ്യയിൽ ഒരു കലാപമുണ്ടായാൽ ലോകവിപണി മൊത്തം വിയർക്കുമെന്നാണ് വെപ്പ്. എന്നാൽ ഇത്തവണ കാര്യത്തിൽ കുറച്ച് മാറ്റമുണ്ട്. തലങ്ങും വിലങ്ങും മിസൈലുകൾ പറക്കുന്നു, യുദ്ധകാഹളം മുഴങ്ങുന്നു, വെല്ലുവിളികൾ നടക്കുന്നു. അപ്പോഴും സ്വർണ്ണവില കൂടുന്നില്ല, മറിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ പെട്രോളിനും ഡീസലിനും വില വ്യത്യാസവുമില്ല. എന്നാൽ ഗ്യാസ് സിലിണ്ടറിന്റെ LPGയുടെ കാര്യം അങ്ങനെയല്ല. വില സാവകാശം മുകളിലേക്ക് പോകുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധം അതിന്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്നിവർ തമ്മിലുള്ള നേരിട്ടുള്ള സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ, പ്രത്യേകിച്ച് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് എല്ലാവർക്കും ആശങ്കയുണ്ട്. എന്നാൽ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സാധാരണ കാണുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക മാറ്റങ്ങളല്ല ഇപ്പോൾ വിപണിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വർണത്തിന്റെ വില എന്തുകൊണ്ട് കുതിച്ചുയരുന്നില്ല? ക്രൂഡ് ഓയിൽ വിലയിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മുടെ പെട്രോൾ പമ്പുകളിൽ അത് പ്രതിഫലിക്കുന്നില്ല? എന്നാൽ പക്ഷേ പാചകവാതകം മാത്രം ഇത്രമാത്രം ചർച്ചയാകുന്നതും അതിന് വിലക്കയറ്റം ഉണ്ടാകുന്നതും എന്തുകൊണ്ടാണ്? ഇതൊരു മണ്ടൻ ചോദ്യമല്ല, മറിച്ച് വിപണിയുടെ സങ്കീർണമായ അവസ്ഥ വ്യക്തമാക്കുന്ന ഒരു വലിയ ചോദ്യം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പശ്ചിമേഷ്യയിലെ സംഘർഷവും ഇന്ത്യൻ വിപണിയിലെ ഈ വിചിത്രമായ പ്രതിഭാസം തമ്മിലുള്ള ബന്ധത്തെയാണ് വിശകലനം ചെയ്തത്. അതോടൊപ്പം വരും ദിവസങ്ങളിൽ വില കൂടാൻ സാധ്യതയുള്ള, എന്നാൽ നമ്മൾ ഇതേവരെ ഗൗരവമായി കാണാത്ത മറ്റ് 5 അവശ്യ വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് കൂടി പരിശോധിക്കാം. നമസ്കാരം, എന്റെ പേര് ബിനിക്സ്. ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ലോകത്തെവിടെയെങ്കിലും ഒരു വലിയ അസ്ഥിരതയോ യുദ്ധമോ ഉണ്ടായാൽ നിക്ഷേപകർ ആദ്യം ഓടുക സ്വർണത്തിലേക്കായിരിക്കും. സ്വർണത്തെ നമ്മൾ സേഫ് ഹേവൻ അഥവാ സുരക്ഷിത താവളം എന്നാണ് വിളിക്കുന്നത്. യുദ്ധസമയത്ത് പണത്തിന്റെ മൂല്യം ഇടിഞ്ഞാലും സ്വർണം കൈവിടില്ല എന്ന വിശ്വാസം. എന്നാൽ പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും സ്വർണ്ണവില കാര്യമായി കൂടുന്നില്ല, പലപ്പോഴും കുറയുകയുമാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത് എന്ന് നമുക്ക് നോക്കാം. സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് യുദ്ധവും അസ്ഥിരതയുമാണ് എന്നത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ സ്വർണത്തിന്റെ വിലയെ നിയന്ത്രിക്കുന്നതിൽ അതിലും ശക്തമായ ചില ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പ്രധാനം ഡോളറിന്റെ കരുത്താണ്. അമേരിക്കൻ ഡോളർ ലോകമെമ്പാടും ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അമേരിക്കയും യുദ്ധത്തിൽ പങ്കാളികളാണല്ലോ. എങ്കിൽ ഡോളർ എങ്ങനെ ശക്തി പ്രാപിക്കും എന്നൊരു സംശയം ചിലർക്കെങ്കിലും ഉണ്ടാവാം. ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഇനി പറയുന്നവയാണ്. യുദ്ധം നടക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഇളകേണ്ടതല്ലേ? പിന്നെങ്ങനെയാണ് യുദ്ധത്തിൽ പങ്കാളികളാകുമ്പോഴും അമേരിക്കൻ ഡോളർ ഇത്ര കരുത്തനാകുന്നത്? ഇതൊരു വിരോധാഭാസമായി തോന്നാം, പക്ഷേ ഇതിന് പിന്നിൽ കൃത്യമായ 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, അമേരിക്കൻ മണ്ണിലല്ല യുദ്ധം നടക്കുന്നത് എന്നതാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അമേരിക്ക പങ്കെടുക്കുന്ന ഒട്ടുമിക്ക യുദ്ധങ്ങളും നടക്കുന്നത് അവരുടെ അതിർത്തികൾക്ക് പുറത്താണ്. അതുകൊണ്ടുതന്നെ അമേരിക്കയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തെയോ അടിസ്ഥാന സൗകര്യങ്ങളെയോ ഈ യുദ്ധങ്ങൾ നേരിട്ട് ബാധിക്കുന്നില്ല. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അസ്ഥിരതയുണ്ടാകുമ്പോൾ നിക്ഷേപകർ സുരക്ഷിതത്വം തേടി ഓടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയിലേക്കാണ്. ഇതിനെയാണ് ഫ്ലൈറ്റ് ടു സേഫ്റ്റി എന്ന് വിളിക്കുന്നത്. ലോകം മുഴുവൻ പേടിക്കുമ്പോൾ എല്ലാവരും തങ്ങളുടെ പണം ഡോളറാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഈ വർദ്ധിച്ച ഡിമാൻഡ് ഡോളറിന്റെ മൂല്യം ഉയർത്തുന്നു. രണ്ടാമത്തെ കാരണം, യുദ്ധം അമേരിക്കൻ കമ്പനികൾക്ക് നൽകുന്ന ബിസിനസ്സാണ്. അമേരിക്കയുടെ പ്രതിരോധ മേഖല അഥവാ ഡിഫൻസ് സെക്ടർ ലോകത്തിലെ തന്നെ ഏറ്റവും വലുതാണ്. യുദ്ധം മുറുകുമ്പോൾ ആയുധങ്ങൾക്കും മറ്റ് സാങ്കേതിക വിദ്യകൾക്കുമായി ലോകരാജ്യങ്ങൾ അമേരിക്കൻ കമ്പനികളെയാണ് ആശ്രയിക്കുന്നത്. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് വലിയ തോതിൽ പണം വരാൻ കാരണമാകുന്നു. യുദ്ധം മറ്റുള്ളവർക്ക് നാശമാണെങ്കിൽ അത് അമേരിക്കൻ പ്രതിരോധ കമ്പനികൾക്ക് വലിയ ലാഭമുണ്ടാക്കുന്ന ഒന്നായി മാറുന്നു. മൂന്നാമതായി, എണ്ണ വ്യാപാരത്തിലെ ഡോളറിന്റെ ആധിപത്യം, പെട്രോ ഡോളർ. ലോകത്ത് എണ്ണ വ്യാപാരം നടക്കുന്നത് പ്രധാനമായും ഡോളറിലാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധമുണ്ടാകുമ്പോൾ എണ്ണവില കൂടുമെന്ന ആശങ്കയുണ്ടാകുന്നു. എണ്ണ വാങ്ങാൻ ലോകരാജ്യങ്ങൾക്ക് കൂടുതൽ ഡോളർ ആവശ്യമായി വരുന്നു. ചുരുക്കത്തിൽ, ലോകം എത്രത്തോളം അശാന്തമാകുന്നുവോ അത്രത്തോളം ഡോളറിനുള്ള ആവശ്യകത കൂടിക്കൊണ്ടിരിക്കും. ഈ ഒരു സേഫ് ഹേവൻ ഇമേജാണ് യുദ്ധകാലത്തും ഡോളറിനെ തളരാതെ നിലനിർത്തുന്നത്. ഇനി സ്വർണ്ണവിലയുടെ കാര്യം നോക്കാം. സ്വർണം അന്താരാഷ്ട്ര വിപണിയിൽ വാങ്ങുന്നത് ഡോളറിലാണ്. അതുകൊണ്ടുതന്നെ ഡോളർ ശക്തമാകുമ്പോൾ സ്വർണം വാങ്ങുന്നത് കൂടുതൽ ചെലവേറിയതാകുകയും വികസന രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ സ്വർണത്തിനുള്ള ഡിമാൻഡ് കുറയുകയും ചെയ്യും. ഇത് വില കുതിച്ചുയരുന്നതിനെ തടഞ്ഞു നിർത്തുന്നു. മറ്റൊരു പ്രധാന കാരണം അമേരിക്കയിലെ പലിശ നിരക്കുകളെക്കുറിച്ചുള്ള ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങളാണ്. പലിശ നിരക്കുകൾ ഉടനെ കുറയ്ക്കില്ല എന്ന സൂചനകൾ വരുന്നത് പണത്തെ സ്വർണത്തിൽ നിന്ന് മാറി ബോണ്ടുകളിലേക്കും മറ്റു പലിശ ലഭിക്കുന്ന നിക്ഷേപങ്ങളിലേക്കും ആകർഷിക്കുന്നു. ഇത് സ്വർണത്തിനുള്ള ആവശ്യം കുറയ്ക്കാൻ കാരണമാകുന്നു. മാത്രവുമല്ല, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സ്വർണ്ണവില വലിയ തോതിൽ ഉയർന്നിരുന്നു എന്നത് നമ്മൾ മറക്കരുത്. വിപണി പലപ്പോഴും ഭാവിയിലെ സാധ്യതകൾ മുൻകൂട്ടി കണ്ട് വില ക്രമീകരിക്കാറുണ്ട്. അതായത്, പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത വിപണി മുൻകൂട്ടി കണ്ടിരിക്കാം. ആ ആഘാതം സ്വർണ്ണവിലയിൽ നേരത്തെ തന്നെ പ്രതിഫലിച്ചിരിക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം രൂക്ഷമായിട്ടും വിലയിൽ പുതിയൊരു കുതിച്ചുയർച്ച കാണാത്തത്. പകരം ചെറിയ ചാഞ്ചാട്ടങ്ങൾ മാത്രം അനുഭവിക്കുന്നത്. സ്വർണം കഴിഞ്ഞാൽ സാധാരണ മലയാളികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒന്നാണ് പെട്രോളും ഡീസലും വിലയും.
പശ്ചിമേഷ്യ ലോകത്തിന്റെ എണ്ണക്കിണറാണ്. അവിടുത്തെ ഒരു പ്രശ്നം അർത്ഥമാക്കുന്നത് എണ്ണ വിതരണം തടസ്സപ്പെടുമെന്നും വില കൂടുമെന്നുമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഈ സംഘർഷത്തിന് ശേഷം മുകളിലേക്ക് തന്നെയാണ് പോയത്. പക്ഷേ നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പുകളിൽ വിലയിൽ ഒരു മാറ്റവും ഇതുവരെ നമ്മൾ കണ്ടില്ല. ഇത് അത്ഭുതകരമല്ലേ? ഈ യുദ്ധത്തിനിടയിലും നമ്മുടെ ഇന്ധനവിലയെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? ഇതിന് പിന്നിൽ പ്രധാനമായും 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ എണ്ണ കമ്പനികൾ കൈവരിച്ച ലാഭമാണ്. ഇതിനു മുൻപുള്ള മാസങ്ങളിൽ അല്ലെങ്കിൽ ചില വർഷങ്ങളായി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു നിന്ന സമയത്തും നമ്മുടെ നാട്ടിൽ പെട്രോൾ വില കുറച്ചിരുന്നില്ല. അതുവഴി എണ്ണ കമ്പനികൾക്ക് വലിയ ലാഭമുണ്ടായിട്ടുണ്ട്. ഇപ്പോഴുണ്ടായ ചെറിയ വിലക്കയറ്റത്തെ ആ ലാഭം ഉപയോഗിച്ച് തൽക്കാലം പിടിച്ചു നിർത്താൻ കമ്പനികൾക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇത് എത്ര നാൾ തുടരും എന്നത് ആശങ്കയാണ്. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റഷ്യൻ ഓയിലാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം വഴി അവിടുത്തെ എണ്ണ വിതരണം തടസ്സപ്പെട്ടാലും ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ വിലക്കുറഞ്ഞ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഈ റഷ്യൻ ഓയിലിന്റെ ലഭ്യത പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ നമ്മുടെ മേലുണ്ടാക്കാവുന്ന ആഘാതത്തെ വലിയൊരു പരിധിവരെ തടയുന്നു. ഒരു കവചം പോലെയാണത് പ്രവർത്തിക്കുന്നത്. കൂടാതെ സർക്കാരിന്റെ ഇടപെടലുകളും വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ചേർന്നാണ് പശ്ചിമേഷ്യ കത്തുമ്പോഴും നമ്മുടെ പെട്രോൾ വില മാറാതെ നിൽക്കുന്നത്. പെട്രോളും സ്വർണവും പോലെയല്ല LPG അഥവാ നമ്മുടെ പാചകവാതകം. അത് സാധാരണക്കാരന്റെ അടുക്കളയിലെ തീയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെട്രോൾ വിലയുടെ കാര്യത്തിലൊക്കെ പോലെ ജനങ്ങൾക്കിടയിലും നടക്കുന്ന ചർച്ചകൾ ഗ്യാസ് വിലയുടെ കാര്യത്തെക്കുറിച്ചാണ്. മാർച്ച് മാസത്തിൽ സിലിണ്ടറിന് 60 രൂപ വരെ വർദ്ധിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. പെട്രോൾ വിലയും സ്വർണ്ണവിലയും കൂടാത്തപ്പോൾ എന്തുകൊണ്ടാണ് LPG മാത്രം ഇത്രയധികം ചർച്ചയാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാചകവാതകത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ പാചകവാതക ആവശ്യത്തിന്റെ 60%-ലധികവും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. കാരണം സാധാരണഗതിയിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിൽ നിന്ന് 45 മുതൽ 45% വരെ ഡീസലും 20 മുതൽ 25% വരെ പെട്രോളും ലഭിക്കുമ്പോൾ വെറും 3% മുതൽ 5% വരെ മാത്രമേ LPG ലഭിക്കുന്നുള്ളൂ. അതായത് നമ്മുടെ പെട്രോൾ ആവശ്യകത ഏതാണ്ട് പൂർണ്ണമായും ആഭ്യന്തര റിഫൈനറികൾ വഴി മെറ്റീരിയലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ പാചകവാതകത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ഡിമാൻഡ് വളരെ കൂടുതലാണ്, എന്നാൽ ഉൽപ്പാദനം കുറവും. ഈ വിടവ് നികത്താൻ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള LPG നേരിട്ട് ഇറക്കുമതി ചെയ്തേ മതിയാകൂ. നമ്മുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഇപ്പോൾ വലിയൊരു ഭാഗം റഷ്യയിൽ നിന്നാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഒന്നാണ് LPG. ഇതിൽ ഭൂരിഭാഗവും വരുന്നത് സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. ഇവിടെയാണ് യുദ്ധം വില്ലനാകുന്നത്. യുദ്ധം കാരണം ഈ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ ഇവ പുറത്തെത്തിക്കുന്ന പ്രധാന ജലപാതയായ ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെടുകയോ ചെയ്താൽ അത് നേരിട്ട് ബാധിക്കുന്നത് നമ്മുടെ ഗ്യാസ് വിതരണത്തെയാണ്. വിതരണം കുറയുമ്പോൾ സ്വാഭാവികമായും വില കൂടും. കൂടാതെ ഈ യുദ്ധം തുടങ്ങിയതോടെ കപ്പൽ ഗതാഗത ചിലവ് വർദ്ധിച്ചു, ഇൻഷുറൻസ് തുകകൾ കൂടി. ഈ അധിക ചിലവെല്ലാം ഗ്യാസ് സിലിണ്ടറിന്റെ വിലയിലാണ് അവസാനം വന്നു ചേരുന്നത്. പെട്രോൾ വിലയെ കമ്പനികൾക്കും സർക്കാരിനും ചിലപ്പോൾ പിടിച്ചു നിർത്താൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഇത്രയധികം ഇറക്കുമതിയെ ആശ്രയിക്കുന്ന LPGയുടെ വില അന്താരാഷ്ട്ര വിപണിയിലെ ചാഞ്ചാട്ടങ്ങളിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് ഗ്യാസ് വിലയിലുള്ള ചെറിയ വർധനവ് പോലും സാധാരണക്കാരെ കൂടുതൽ വേഗത്തിലും ആഴത്തിലും ബാധിക്കുന്നതും അതൊരു വലിയ ചർച്ചയായി മാറുന്നതും. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് എല്ലാവർക്കും അറിയാവുന്ന പെട്ടെന്ന് കണ്ണിൽപ്പെടുന്ന വസ്തുക്കളെക്കുറിച്ചാണ്. എന്നാൽ ഈ യുദ്ധം നീണ്ടുനിന്നാൽ അല്ലെങ്കിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചാൽ വില കൂടാൻ സാധ്യതയുള്ള ചില അദൃശ്യമായ അവശ്യ വസ്തുക്കളുണ്ട്. ഇവയുടെ വിലക്കയറ്റം ഇപ്പോൾ പ്രകടമല്ലെങ്കിലും വരും ദിവസങ്ങളിൽ അത് നിങ്ങളുടെ കുടുംബ ബജറ്റിനെ വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത്തരം 5 പ്രധാന വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാസവളങ്ങൾ അഥവാ ഫെർട്ടിലൈസേഴ്സ് ആണ്. ലോകത്തിലെ യൂറിയ ഉൾപ്പെടെയുള്ള രാസവളങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ 1/3 പശ്ചിമേഷ്യൻ മേഖലയിലാണ്. യുദ്ധം കാരണം ഗ്യാസ് വിതരണം തടസ്സപ്പെട്ടാൽ അത് രാസവള ഉൽപ്പാദനത്തെ ബാധിക്കും, വില കൂടും. ഇത് കൃഷി ചിലവ് വർദ്ധിപ്പിക്കുകയും പിന്നീട് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യും. രണ്ടാമത്തേത് നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിലെ പ്രധാനികളായ പയറുവർഗ്ഗങ്ങളും സവാളയും പോലുള്ള ഭക്ഷ്യസാധനങ്ങളാണ്. ഗതാഗത തടസ്സവും കപ്പൽ കൂലിയും വർദ്ധിക്കുന്നത് ഇവയുടെ ഇറക്കുമതി ചിലവ് കൂട്ടുകയും തന്മൂലം വിപണിയിൽ വില കൂടുകയും ചെയ്യും. മൂന്നാമതായി ഭക്ഷ്യ എണ്ണ അഥവാ എഡിബിൾ ഓയിലാണ്. പാം ഓയിൽ ഉൾപ്പെടെയുള്ള എണ്ണകളുടെ ഇറക്കുമതിയിലും പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. നാലാമതായി അലുമിനിയം പോലുള്ള ലോഹങ്ങൾ, മെറ്റൽസ്. അലുമിനിയം ഉൽപ്പാദനത്തിന് വലിയ തോതിൽ ഊർജ്ജം ആവശ്യമാണ്. പശ്ചിമേഷ്യയിലെ ഊർജ്ജ മേഖലയിലെ പ്രതിസന്ധി അലുമിനിയത്തിന്റെ ആഗോള വിതരണത്തെ ബാധിക്കാം. അഞ്ചാമതായി കപ്പൽ മാർഗം ഇറക്കുമതി ചെയ്യുന്ന മറ്റേതൊരു അവശ്യ വസ്തുവിനെയും ഈ യുദ്ധം മൂലം വർദ്ധിക്കുന്ന കപ്പൽ കൂലിയും ഇൻഷുറൻസ് തുകയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് വിപണിയിൽ കാണാത്ത ഒരു അദൃശ്യ നികുതി പോലെ ഈ യുദ്ധം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പതുക്കെ വിഴുങ്ങാൻ തുടങ്ങാം. അപ്പൊ പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ത്യൻ മണ്ണിൽ വിചിത്രമായ ഒരു പ്രതിഭാസമാണ് സംജാതമാക്കിയിരിക്കുന്നത്. സ്വർണ്ണവിലയിൽ പുതിയൊരു കുതിപ്പ് ഉണ്ടായിട്ടില്ല. പെട്രോൾ വില നമ്മളെ കബളിപ്പിക്കുന്നത് പോലെ മാറാതെ നിൽക്കുന്നു. എന്നാൽ LPG നമ്മുടെ അടുക്കളകളിലും വാണിജ്യ
സ്ഥാപനങ്ങളിലും പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് കേവലം വിലകളുടെ കാര്യമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിന്റെയും സാമ്പത്തിക ഘടനയുടെയും സങ്കീർണമായ ഒരു കളിയാണ്. ഈ യുദ്ധം എത്രനാൾ നീണ്ടുനിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ വിപണിയിലെ മാറ്റങ്ങൾ. നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ രാസവളങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളെക്കുറിച്ചുള്ള വില സൂചനകൾ ഗൗരവമേറിയതാണ്. ഒരു സാധാരണ ഉപഭോക്താവ് എന്ന നിലയിൽ ഈ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുക, നിങ്ങളുടെ നിക്ഷേപങ്ങളും ചെലവുകളും കൂടുതൽ വ്യക്തതയോടെ പ്ലാൻ ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. വിപണിയിലെ ഈ വിചിത്രമായ അവസ്ഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്വർണ്ണവില കൂടുമെന്നോ അതോ ഇനിയും കുറയുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയിലെ ഈ വിവരങ്ങൾ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ കഴിവതും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയവുമായി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.